ദിവസങ്ങൾ സ്വസ്ഥത അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആ വിഷയത്തിന്മേൽ കർത്താവ് ഷട്ടർ പൊക്കി ആ രോഗാത്മാവിൽ നിന്ന് ഇന്ന് രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയെന്ന് ദൈവാത്മാവ് പറയുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുകച്ചലും നെഞ്ചിന്റെ ഭാഗത്ത് അസ്വസ്ഥതയും. അങ്ങനെ ഇന്ന് രാത്രി കർത്താവ് രോഗാത്മാവിന്റെ ഷട്ടർ മാറ്റാൻ പോകുകയാണ്. ഞാൻ വചനത്തിലേക്ക് വായിച്ച ഭാഗത്തിലേക്ക് ഇറങ്ങി വരട്ടെ. അയ്യോ ഗോവേ, നിന്നെ ഹിസ്കിയാവ് ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഒന്നവൻ അയ്യോ എന്ന് വിളിച്ചു. വചനത്തിന്റെ അവസാന ഭാഗത്തിൽ ഏറ്റവും കരഞ്ഞു. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യ സ്റ്റെപ്പ് കണ്ണുനീര്, രണ്ടാമത് വിത, 3 ആർപ്പ്, 4 കൊയ്ത്ത്. ഇവിടെ ഹിസ്കിയാവിന്റെ ആദ്യ സ്റ്റെപ്പ് അയ്യോ എന്ന വിളിയാണ്. അയ്യോ എന്ന വിളി. നമ്മൾ ഹബക്കൂക്ക് പുസ്തകങ്ങൾ ആരും അതെടുക്കേണ്ട സമയം നമ്മുടെ മുൻപിലില്ല. ഹബക്കൂക്ക് പ്രവചനത്തിലേക്ക് വരുമ്പോൾ ആ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഒരു വലിയ നിലവിളിയോടുകൂടി ആരംഭിക്കുന്ന ഒരു പുസ്തകമാണ്. കരച്ചിലോടുകൂടി ആരംഭിക്കുന്നത്. യഹോവയെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, എത്രത്തോളം നീ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിയോടുകൂടി ആരംഭിക്കുന്ന ഒരു പുസ്തകമാണ് ഹബക്കൂക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഹബക്കൂക്ക് പുസ്തകം 3-ാം അധ്യായത്തിലെ ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ് ദൈവത്തിന്റെ പ്രവൃത്തിയെ ജീവിക്കണമേ. അങ്ങനെയെങ്കിൽ ഈ 2025 എന്ന ആണ്ട് കഴിയുന്നതിന് മുൻപ് ചിലരെ ജീവിപ്പിപ്പാൻ ഈ വർഷം പ്രത്യേകിച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരെ ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പറയുന്നു, ജീവിപ്പിച്ച് ചിലതിനെ വെളിയിൽ കൊണ്ടുവരാൻ പോകുകയാ. ജീവിപ്പിച്ച് ചിലതിനെ വെളിയിൽ കൊണ്ടുവരാൻ പോകുക. ജീവൻ പോയി എന്ന് കിടക്കുന്ന ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ അയച്ച്, പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോയി ചാരത്തിന്റെ അടിയിൽ നിന്ന് ഇനി ജീവൻ വെക്കത്തില്ല എന്ന് പറഞ്ഞു കിടക്കുന്ന, ആരും കയറി ചെല്ലുവാൻ നമ്മെ ഭയപ്പെടുന്ന, ആരും കയറി ചെല്ലുവാൻ ആഗ്രഹിക്കാത്തതായ ശീല പാഴ്ചക്കാരുടെ നടുവില് ദൈവാത്മാവ് ആണ്ട് കഴിയുന്നതിന് മുൻപ് നമ്മെ ദൈവാത്മാവ് പൊക്കിക്കൊണ്ടുപോകും. എന്തിനെന്ന് ചോദിച്ചാൽ, ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ് ചിലതിനെ ജീവിപ്പിച്ച് വെളിയിൽ കൊണ്ടുവരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷേ ചിലരോട് പറയുന്നത് ദൈവാത്മാവ് അവിടെ കൊണ്ടുപോകും. ചിലരോട് പറയുന്നത് നീ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അയക്കുന്നവരെ ദൈവം അവിടെ ചില ജീവിതങ്ങളെ ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിനൊക്കെ കേൾക്കുവാനും അത് അനുഭവിക്കുവാനും ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് ഇവിടെ ഹിസ്കിയാ പറയുകയാണ്, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുൻപിൽ നടന്നു. നോക്കണമേ, എത്ര പ്രാഗൽഭ്യത്തോടെയാണ് ഹിസ്കിയാവ് അത് പറയുന്നത്. ഞാൻ വിശ്വസ്തയോടെ, രാജാവാണ്, പാപം ചെയ്യുവാൻ ഏറ്റവും അവസരവും സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ് രാജകീയ ഭരണം എന്ന് പറയുന്നത്. ഏത് സമയത്തും 24 മണിക്കൂറും 365 ദിവസവും പാപം ചെയ്യുവാൻ ലൈസൻസ് സ്വന്തമായിട്ടുള്ള വ്യക്തിയാണ് രാജാവ്. പക്ഷെ ഈ രാജാവ് പറയുകയാണ്, ഞാൻ വിശ്വസ്തയോട്. ഇത് വളരെ അത്ഭുതപ്പെടുത്തി രാജാവ്. ഒരുപക്ഷെ ഞാൻ പറയാണ്, കർത്താവെ, പലപ്പോഴും അവിശ്വസ്തതക്കേടുകൾ വന്നിട്ടുണ്ട്, ഞാൻ വിശ്വസ്തതയിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്ലേ? ആണ്ടിന്റെ അവസാനത്തില് ഒരുപക്ഷെ നമുക്ക് പറയുവാനായിട്ട് കഴിയുമ്പോൾ, ഞാൻ ഈ ആണ്ടിൽ വിശ്വസ്തയോടെ ദൈവമേ നിന്റെ മുൻപിൽ നടന്നു എന്ന് ഈ വചനം ശുശ്രൂഷിക്കുന്ന എനിക്ക് പോലും പറയാൻ കഴിയും. ആണ്ടിന്റെ അവസാനത്തിൽ കർത്താവേ ഞാൻ ഹൃദയത്തോടെ നടന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു രാജാവ് പ്രാഗൽഭ്യത്തോടെ പറയുകയാ, കർത്താവേ ദൈവമേ ഞാൻ തിരുമുൻപിൽ
വിശ്വസ്തയോടെ. ഞാൻ അവിശ്വസ്തത നടന്നു എന്നല്ല, അവിശ്വസ്തത കാണിച്ചു എന്നല്ല, അവിശ്വസ്തതയിൽ പോയി പെട്ടു എന്നല്ല, ഞാൻ വിശ്വസ്തതയോടെ നടന്നവന് എങ്ങനെയാ മരിക്കത്തക്ക രോഗം വന്നത്? ദൈവത്തിന്റെ മുമ്പിൽ ഏകാഗ്രതയോടെ നടന്ന ആ വ്യക്തിക്ക് എങ്ങനെയാ മരിക്കത്തക്ക രോഗം വന്നത്? നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ വിശ്വസ്ത നടന്ന വ്യക്തിക്ക് രോഗം വരാമോ? ഏകാഗ്രതയോടെ നടന്നു എന്നാ പറയുന്നത്. എന്നിട്ട് അടുത്താൻ പറയും, തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു രാജാവിന് പ്രസാദമുള്ളത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. താനെ എന്ത് ചെയ്താലും അവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ചോദ്യം ചെയ്യപ്പെടത്തില്ല. പക്ഷേ ഹിസ്കിയാവ് പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ളത്. ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ് ദൈവത്തിന് പ്രസാദമുള്ളത് ഈ ആണ്ടില് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ് ദൈവം നമ്മുടെ മുൻപില് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു തരാൻ പോവുകയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവമേ നിനക്ക് പ്രസാദമുള്ളത് പലതും എന്റെ ജീവിതത്തിൽ, നിനക്ക് അങ്ങേക്ക് പ്രസാദമില്ലാത്ത പലതും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അങ്ങേക്ക് പ്രസാദമില്ലാത്ത ചില അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഹിസ്കിയാവ് പറയുന്നത് അങ്ങനെയല്ല. ദൈവമേ അങ്ങേക്ക് പ്രസാദമുള്ളത് മാത്രമേ ഞാൻ എന്തോ ഒരു അത്ഭുത മനുഷ്യനെ അദ്ദേഹം. ഒരു രാജാവിന് എന്തെല്ലാം സ്വാതന്ത്ര്യമുണ്ട്, എന്തെല്ലാം എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നുമില്ലാത്ത, ഒരു സ്വാതന്ത്ര്യമില്ലാത്തവർ പലപ്പോഴും പറയും, ദൈവമേ അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും അങ്ങേക്ക് പ്രസാദമില്ലാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം നേരം വെളുത്താൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കിഷ്ടമുള്ളതാണ്. ഒരു ദിവസം നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ചെയ്യുകയാണ്. അത് ദൈവത്തിന് ഇഷ്ടമാണോ, ദൈവത്തിന് പ്രസാദമാണോ എന്നുള്ള കാര്യം നമുക്ക് വിഷയമല്ല, നമ്മൾ ചിന്തിക്കാറേ ഇല്ല. നമ്മൾ കാര്യം ചെയ്യുന്നു, നമുക്കിഷ്ടമുള്ള ചില കാര്യം, അത് ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. പക്ഷെ ഇവിടെ ആമേൻ പ്രൈസ് ദൈവാത്മാവ് എന്നോട് പറയുന്നത്, എനിക്കിഷ്ടമുള്ള 100 കാര്യം ഒരു ദിവസം ചെയ്യുന്നതിനേക്കാളും കർത്താവിന് ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു ദിവസം ചെയ്താൽ അതാണ് ദൈവത്തിന് പ്രസാദം. അതാണ് ദൈവത്തിന് പ്രസാദം. അതാണ് ഇവിടെ ഹിസ്കിയാ പറയുന്ന, ദൈവമേ ഞാൻ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു. ഞാൻ വേഗത്തിൽ ഓടി പോവുകയാണ് എന്നിട്ട് പറയാണ്, നീ ഓർക്കണമേ. അപ്പോ പ്രൈസലോട് വിശ്വസ്തയോടെ ഏകാഗ്രതയോടെ ദൈവത്തിന് പ്രസാദമുള്ള ചെയ്തു വന്ന്, ദൈവമേ നീ ഓർക്കണമേ, ദൈവത്തെ ഓർക്കണമേ എന്ന് പറയുകയാണ്. അപ്പൊ ദൈവം ഓർത്താൽ ഓർക്കുവാനുള്ള നല്ല കാര്യങ്ങളാണ് ഇവിടെ ഹിസ്കിയാ രാജാവ് ചെയ്തത്. ഞാൻ ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ട്, പാണ്ടിന്റെ അവസരത്തില് എന്റെ പല കാര്യങ്ങളും ദൈവം ഓർത്താൽ അയ്യോ കൈവിട്ടുപോയി, നമ്മൾ ആര് നിൽക്കും ദൈവത്തിന്റെ മുൻപിൽ? ആർക്ക് നിൽക്കാൻ കഴിയും? ഹിസ്കിയാ പറയാ, ദൈവം നീ ഓർത്ത് നോക്ക്, ഞാൻ വിശ്വസ്തയോടെയാണോ അല്ലാതെയാണോ നിന്നത്? ഞാൻ ഏകാഗ്രതയാണോ അല്ലാതെയാണോ ദൈവത്തെ ആരാധിച്ചത്? ഇന്ന് രാത്രിയില് ഈ പ്രൈസ് ഗൂഗിൾ മീറ്റിലൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഏകാഗ്രതയോടെ ആണോ അല്ലാതെയാണോ ദൈവമേ ഞാൻ ഇരിക്കുന്നത് എന്ന് ദൈവത്തോടെ നമ്മൾ ചോദിച്ചാൽ ദൈവം നമുക്ക് തരുന്ന മറുപടി എന്തായിരിക്കും? ഞാൻ വിശ്വസ്തയോടെ ഇനി ഏൽപ്പിച്ച ചെറുത്, ഞാൻ വ്യക്തിപരമായി ചിലരോട് പറയുക, നീ ഏൽപ്പിച്ചിരിക്കുന്ന, നീ താമസിക്കുന്ന മേഖലയിലിരുന്ന് ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് സഹോദരി ദൈവാത്മാവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ വിശ്വസ്തയോടെ അത് ഏറ്റെടുത്ത് മുൻപോട്ട് ചെയ്യുന്നുവെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരിലൂടെ ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ് ശക്തമായ അനുഭവങ്ങൾ പങ്കുവെക്കുവാനുള്ള മിനിസ്ട്രിയുടെ വിടുതലുകള് കേൾക്കാനും കാണാനും സിസ്റ്ററെ പ്രാർത്ഥനയിലൂടെ കഴിയും. അതിൽ നമുക്ക് പറയുവാൻ കഴിയട്ടെ. എന്നിട്ട് പറയും, ഏറ്റവും കരഞ്ഞു. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. ഞാൻ നമ്മുടെ കുറിവാക്യം എന്താണ്? കണ്ണിനോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഈ സിയോൺ ഫുൾ ഗോസ്പൽ കൺവെൻഷനിലൂടെ വരുന്ന ആപ്തവാക്യം എന്താണ്? യേശു നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും.
അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുകൊണ്ടിരിക്കുക. യെശയ്യാ പ്രവചനം 38 നമ്മുടെ അടുത്ത അധ്യായത്തിൽ തന്നെ 1-ാം വാക്യത്തിൽ പറഞ്ഞ ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാവിന്റെ അടുക്കൽ വന്നു. ആ കാലത്ത്, ഏത് കാലത്താ? കാലം ഇവിടെ എഴുതിയിട്ടില്ല. ആ കാലത്ത്, ഏത് കാലം? ആ കാലത്ത് ഞാൻ സ്നാനപ്പെട്ടു. ഏത് കാലമാ? ആ കാലത്ത് ഞങ്ങളുടെ വീടിന്റെ പണി നടന്നു. ഏത് കാലം? ആ കാലത്ത് എന്റെ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞു. ഏത് കാലം? ആ കാലത്ത് ഞാൻ ബൈബിൾ കോളേജ് പഠിച്ച് ഗ്രാജുവേഷൻ ചെയ്തു. ഏത് കാലം? ആ കാലത്ത്. ആ കാലത്ത്. പ്രൈസ് ദി ലോർഡ്. ആ കാലത്ത് ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ഏത് കാലമാണ്? അവിടെയാണ് ഈ ഗൗരവം. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്ന കാലം ഏതാന്ന് തിരുവചനത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഹിസ്കിയാവ് എന്തുകൊണ്ട് ഏറ്റവും കരഞ്ഞു, ഏറ്റവും കണ്ണുനീരോടെ വിതച്ചു. ഞാൻ വേഗത്തിൽ ആ ഭാഗം ഒന്ന് പറഞ്ഞു വിടാം. യെശയ്യാ പ്രവചനം 37 36 മുതൽ 38 വരെയുള്ള വേദഭാഗ്യത്തിൽ ആ കാലം നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവചനം 37 36 മുതലുള്ള വാക്യത്തിൽ ഏത് കാലത്താണ് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചത്? പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ പിന്നത്തേതില് അത് ഈ കഴിഞ്ഞിട്ട് നിങ്ങൾ വായിച്ച് സമയം കിട്ടുമ്പോൾ ആ ഭാഗം വായിച്ചോ. ആ കാലം ഏത് കാലത്ത്? വേറൊരു ഭേദമായ യെശയ്യാൽ പറയുന്നു ഹിസ്കിയാവ് മരിച്ച ആണ്ടിൽ. ഏതാണ്ട് അതിലേക്ക് പോകുന്നില്ല. കാലം ഏതാണ്? യെശയ്യാ 37 36 മുതൽ 38 വരെ. അശൂർ പാളയത്തിൽ ഒരിക്കലൊരു ദൂതൻ ഇറങ്ങി 1,85,000 പടയാളികളെ കൊന്നു. ചില്ലറ കാര്യമാണോ ഇത്? ചില്ലറ കാര്യമാണോ ദൈവമക്കളെ? ഒറ്റ ദൂതന്റെ ശക്തി നോക്കിയേ. അങ്ങനെ ദൈവം നമുക്ക് കാവലാക്കി വെച്ചിരിക്കുന്ന ദൂതന്റെ ശക്തി എത്ര വലുതാ! അതിനേക്കാളും എത്ര വലുതാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ വേണ്ടി പാളയമടിച്ചതായ പടയാളികൾ, അവർക്ക് ഇസ്രായേൽ ജനത്തെ തകർക്കുക നേരം വെളുക്കുന്നതിന് മുൻപ്. പക്ഷെ ഈ ജനത്തിന് ഈ പടയാളികളോട് യുദ്ധം ചെയ്യാനുള്ള ആംബിയറില്ല. പക്ഷെ അന്ന് രാത്രി ദൈവം ഒരു ദൂതനെ അയച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ട് 1,85,000 ശത്രുക്കളെ ഇത് ഒരു വർഷം കൊണ്ട് ചെയ്തതല്ല, ഒരു മാസം കൊണ്ട് ചെയ്തതല്ല, ഒരാഴ്ച കൊണ്ട് ചെയ്തതല്ല, ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല, ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതാണ്. അന്ന് പ്രഭാതത്തിൽ സെൻഹേരീവ് രാജാവ് എഴുന്നേറ്റ് നോക്കുമ്പോൾ 1,85,000 തന്റെ പടയാളികൾ ശവങ്ങളായി കിടക്കുക. താൻ ഞെട്ടിപ്പോയി. നേരം വെളുക്കുമ്പോൾ എവരെയും കൂട്ടി യുദ്ധത്തിന് പോയി ദൈവജനത്തെ തകർക്കാമെന്ന് വിചാരിച്ച് കിടന്നയാളാണ് ഈ സെൻഹേരീവ്. പുള്ളി ചെറിയ ആളൊന്നുമല്ല. ഹിസ്കിയാ രാജാവ് ഇവിടെ കണ്ണുനീരിൽ വിതയ്ക്കുന്നു. സെൻഹേരീവ് രാവിലെ കാണുന്നത് ലക്ഷക്കണക്കിന് ഡെഡ് ബോഡികൾ നിരന്നു കിടക്കുക. കണ്ട് രാജാവ് ഭയപ്പെട്ടു. അപ്പോഴവനൊരു കാര്യം മനസ്സിലായി, ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ആഫീസ് പൂട്ടും. ഈ കിടക്കുന്ന 1,85,000 ഡെഡ് ബോഡിയില് എന്റെ ഡെഡ് ബോഡി 85,086 മാറുമെന്ന് സെൻഹേരീവ് രാജാവിന് മനസ്സിലായപ്പോൾ ആ നിമിഷം അവൻ അവിടെ നിന്ന് ഓടി. ജീവനിൽ കൊതിയുള്ളവരാരെങ്കിലും അവിടെ നിൽക്കുവോ? കൊറോണ വന്നപ്പോ എന്തെല്ലാം ഓട്ടമാണ് ജനം ഓടിയത്. പ്രൈസ് ദി ലോർഡ്. സെൻഹേരീവ് അവിടെ നിന്ന് ഓടി അവൻ മറ്റൊരു സ്ഥലത്ത് പോയി. ഞാൻ അത് വിശദമായി വായിക്കുന്നില്ല, സമയം വേഗത്തിൽ ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. സെൻഹേരീവ് ഓടി അവൻ നിസ്രോത് എന്ന് പറഞ്ഞ ദേവന്റെ അമ്പലത്തിനകത്ത് കയറി പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. എന്തായിരിക്കും രാജാവിന്റെ പ്രാർത്ഥന? ഈ ദേവനോട് പ്രാർത്ഥിക്കുക. അതെവിടെ? അമ്പലത്തിനകത്ത് നിന്ന് ദേവനോട് പ്രാർത്ഥിക്കുക. എന്തായിരിക്കും പ്രാർത്ഥന? അയ്യോ, 1,85,000 വരെ എന്റെ കൂടെ ഉള്ളവർ മുഴുവൻ തട്ടിപ്പോയി.
ഞാനും തട്ടിപ്പോകും. ഞാൻ തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഓടി ഇങ്ങോട്ട് വരിക. അതുകൊണ്ട് എന്റെ പ്രാണനെ കാക്കണമേ. ഇതല്ലേ രാജാവിന്റെ പ്രാർത്ഥന? ഞാൻ ചിന്തിക്കുക അങ്ങനെയാണ്. അല്ലാതെ അവിടെ പോയി പുതിയ കൊട്ടാരം പണിയുന്ന ഒരു പ്രാർത്ഥന അല്ലായിരിക്കാം. ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ക്ഷേത്രത്തിനകത്ത് കയറി, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ കോവിലിനകത്ത് കയറി ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ സംഭവിച്ചെന്ന് അറിയാം, അവന്റെ 2 ആൺമക്കൾ അവന്റെ പിന്നാലെ വന്നു. രാജാവ് പ്രാണരക്ഷാർത്ഥം ഓടുക, മക്കൾ അവന്റെ പ്രാണം എടുക്കാൻ വേണ്ടി പുറകെ പോകും. എന്തൊരു കാലം, എന്തൊരു കാലം ദൈവമക്കളെ! അപ്പൻ പ്രാണനെ രക്ഷിക്കാൻ ഓടുന്നു, മക്കൾ അപ്പന്റെ പ്രാണനെ എടുക്കാൻ വേണ്ടി ഓടുകയാണ്. ചിന്തിക്കാൻ പറ്റുന്നൊരു കാലമാണോ? അപ്പൊ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. അപ്പനും മക്കളും തമ്മിലുള്ള ഗുസ്തി. അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ ശരിയാക്കുന്നു, കെട്ടിയിടുന്നു, ആസിറ്റൊഴിക്കുന്നു. ഇത് ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ഹിസ്കിയാ രാജാവിന്റെ കാലം മുതലുണ്ട്. ഞാന് അത് വിശദീകരിക്കുന്നില്ല. തന്റെ പ്രാർത്ഥന എന്താണ്? ജീവൻ രക്ഷിക്കണം. ആ സമയത്ത് തന്റെ 2 ആൺമക്കളായ അദ്രമേലേക്കും സരസേരും വന്ന് അവനെ അമ്പലത്തിനകത്ത് വാളുകൊണ്ട് കൊന്നു. എന്തൊരു കാലം! ക്ഷേത്രത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, എന്റെ ആയുസിനെ നീട്ടി തരണമെന്ന്. പക്ഷേ അതിനുവേണ്ടി പ്രാർത്ഥിച്ച രാജാവ് സ്വന്തം മക്കളാൽ ക്ഷേത്രത്തിനകത്ത് കിടന്ന് കൊല്ലപ്പെടുകയാണ്. ആ കാലത്ത് ഭീകരമായ ഒരു കാലം. മക്കളാൽ അപ്പൻ ക്ഷേത്രത്തിനകത്ത് വെച്ച് കൊല്ലപ്പെടുന്ന ഒരു കാലം. ആ കാലത്താണ് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചത്. പേടി വരാതിരിക്കുമോ? ഭയം വരാതിരിക്കുമോ? കൊറോണ വന്നപ്പോൾ കാസർഗോഡിലുള്ള ഒരുപാട് പാഷ, ഇതെന്തൊരു കാലം, ഇതെന്തൊരു കാലം! എയർപോർട്ടുകൾ അടച്ചിടുന്നു, പുറത്തിറങ്ങാൻ പറ്റും. എന്തൊരു കാലം! വായു മൂടിക്കെട്ടുന്നു. എന്തൊരു കാലം, എന്തൊരു കാലമെന്ന് ചോദിച്ചവരില്ലേ? നമ്മളോട് ചോദിച്ചില്ലേ? ഇപ്പൊ തന്നെ പലരോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ, നിങ്ങളുടെ വീട് പണിത് എപ്പോഴാ? അപ്പോൾ ചിലർ പറയും അത് കൊറോണയ്ക്ക് മുമ്പ്. നിങ്ങളുടെ മകന്റെ കല്യാണം നടന്നത് എപ്പോഴാ? അത് കൊറോണയ്ക്ക് ശേഷം. BC AD എന്ന് പറഞ്ഞതുപോലെ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും. പെട്ടെന്ന് മറുപടി പറയുക, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. BC AD ഇത്ര, BC ഇത്ര എന്ന് പറഞ്ഞ പോലെ കൊറോണ, ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ. ഇത് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന പലയിടത്തും പോകുമ്പോ, എപ്പോഴാണ് പള്ളി പണിതത്? പക്ഷേ അത് കൊറോണയ്ക്ക് ശേഷം. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പേര് സ്ഥാനപ്പെട്ടത്? അത് കൊറോണയ്ക്ക് മുമ്പ്. BC എന്ന് പറഞ്ഞതുപോലെ ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ, ബിഫോർ കൊറോണ. ഞാൻ ആ പാഠം വിടുകയാണ്. ആ കാലം ഹിസ്കിയാവിന് ആ കാലത്ത് മരിക്കത്തക്ക രോഗം പിടിച്ചു. യെശയ്യാ പ്രവാചകൻ ശക്തനായ പ്രവാചകനാണ്. അവൻ വന്ന് പറയുക, നീ മരിച്ചു പോകും. ഹിസ്കിയാവ് പ്രവചിച്ച പിന്നെ അതിനകത്ത് അപ്പീലില്ല. അവിടെ എഴുതുന്ന ആമോസിന്റെ മകൻ. എന്താ അപ്പന്റെ പേര് അവിടെ എഴുതിയത്? ഹിസ്കിയാ പ്രവാചകൻ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. അപ്പന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആമോസിന്റെ മകനാകുന്ന യെശയ്യാവ്. കാരണം ആമോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ രാജാവിന്റെ കൊട്ടാരം കണ്ടിട്ടില്ല, കൊട്ടാരത്തിനകത്ത് കയറിയിട്ടില്ല, രാജാവിനോട് ദൂത് പറഞ്ഞിട്ടില്ല. പക്ഷെ അവന്റെ മകനെ കൊണ്ട് സ്വർഗത്തിലെ തമ്പുരാൻ രാജകൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി രാജാവിനോട് ദൂത് പറയുവാൻ സ്വർഗം അവസരമൊരുക്കി. കാരണം അപ്പൻ ഒരിക്കൽ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ വിതച്ചു. അപ്പൻ ഒരിക്കൽ ദൈവത്തോന്റെ സന്നിധിയിൽ കരഞ്ഞു. എന്താ ആമോസ് ഒരിക്കൽ പറഞ്ഞത്? ഞാൻ പ്രവാചകൻ. ആമോസ് 7:14 പറയാ, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനല്ല, കാട്ടത്തിപ്പഴം പറിക്ക് നടക്കുന്ന ഒരു ബാലൻ. അതാണ് തന്റെ ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു മനുഷ്യന്റെ മകൻ രാജകൊട്ടാരത്തിൽ പോയി രാജാവിനോട് ദൂത് പറയുവോ? എവിടെ നിന്ന് കിട്ടി ആംബിയർ? ഞാൻ ചിന്തിക്കും, എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ ആ പരിസരത്ത് പോകത്തില്ല. കാരണം ആരോടാ പറയണ്ട? രാജാവിനോട്. എന്ത് ദൂത? അനുകൂലമായ ദൂത. രാജാവെ നീണാൾ വാഴട്ടെ എന്ന് ദൈവാത്മാ പറയുന്നു എന്നല്ല പറയാൻ പറഞ്ഞത്. അല്ലേ സഹോദരിമാരെ?
നമുക്ക് അനുകൂലമായ ദൂത് ദൈവാത്മാ പറഞ്ഞ വലിയ സന്തോഷം, എനിക്ക് സന്തോഷമാണ്. പ്രതികൂലമായ ദൂത് പറയാൻ പറഞ്ഞാലോ? യോന എന്തിനാ ഓടിയത്? പ്രതികൂലമായ ദൂത് പറയാൻ പറഞ്ഞോണ്ടാ. അവൻ സ്ഥലം വിട്ടു. ഇന്നും ആമേൻ പ്രൈസ്, പാപത്തിനെതിരെ, വിശുദ്ധിക്കെതിരെ ആമേൻ പ്രൈസലോട് ദൈവവചന ആമേൻ പറയുവാൻ പലരും ഓടി ഒളിച്ചുകൊണ്ടിരിക്കുക. വേർപാടിനെതിരെ സംസാരിക്കാൻ കഴിയാതിരിക്കുക. ഇവിടെ പ്രൈസലോട് യെശയ്യാവ് ദൂത് പറയുവാൻ ദൈവാത്മാവ് ഏൽപ്പിച്ചത് രാജാവിന്റെ മുഖത്തോക്കി പറയണം, നീ ചത്തുപോകും, അഥവാ അടിച്ചു പോകും, നീ തട്ടിപ്പോകും. ആര് പറയും? ആർക്ക് ഈ ധൈര്യം കിട്ടും? തന്റെ അപ്പന്റെ തൊഴിലെന്താ? ദൈവമക്കളെ, ഒരു പിതാവ് കരയേണ്ട സമയത്ത് തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞപ്പോൾ, ഉയർത്തേണ്ട സമയത്ത് ദൈവം തലമുറയെ ഉയർത്തി. കരയേണ്ട കണ്ണുനീര് വിതയ്ക്കേണ്ട സമയത്ത് വിതച്ചാൽ, ശുശ്രൂഷയിൽ മാനിക്കേണ്ട സമയത്ത് ദൈവം നമ്മെ മാനിക്കും. വിതയ്ക്കേണ്ട സമയത്ത് നാം വിതച്ചാൽ, വിടുതലയക്കേണ്ട സമയത്ത് ദൈവാത്മാവ് വിടുവിക്കും. ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവ് പറയുന്നത്, ബാക്ക് ബോൺ പെയിനായി, നടുവിന്റെ അസ്വസ്ഥതയായി, അത് വിട്ടുമാറാതെ എന്ന് പറഞ്ഞാൽ അത് മാറും, കുറെ ദിവസം മാറി നിൽക്കും, വീണ്ടും അത് ശിക്ഷ നിന്നെ പിടികൂടും, പിന്നെയും കുറെ നാൾ മാറി നിൽക്കും, നാളുകളായി അത് അലട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയില് ദൈവാത്മാവിന്റെ കരം അതിനെ പറിച്ചു മാറ്റുകയാണ്. ആ രോഗാത്മാവിനെ നടുവിന്റെ ഭാഗത്തു നിന്ന് നാളുകളായി പൂർണ്ണമായി അഴിഞ്ഞു മാറാതെ വന്നും പോയി നിൽക്കുന്ന രോഗാത്മാവിനെ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റുകയാണ് യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഹിസ്കിയാവ് കരഞ്ഞു. യെശയ്യാവിനെ ദൈവം വിളിച്ചു. യെശയ്യാവിനെ പറഞ്ഞു, നീ പോയി പറ. ഹിസ്കിയാവ് ചെയ്തെന്നത്, ഹിസ്കിയാവിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. പക്ഷെ അവൻ ആദ്യം അതല്ല ചെയ്തത്. തന്റെ മുഖം ചുവരിന് നേരെ തിരിച്ചു. അവനറിയാം, ഗ്രഹകാര്യം ക്രമത്തിലാക്കിയാലും ഇത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ല, ഞാൻ മരിച്ചു പോകുമെന്നാണ് ദൂത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഗ്രഹകാര്യ ക്രമത്തിലാക്കുന്ന എന്നുള്ളത് അവിടെ വെച്ചിട്ട് നേരെ ഒന്ന് എബോട്ടൻ തിരിഞ്ഞു. ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് തിരിയാം. ഏതും നമ്മുടെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. ഹിസ്കിയാവ് കട്ടിൽ കിടന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുകയാണ്. തന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭം ആർക്കും കാണാതെ ഞാൻ കിടന്നൊരു മേഖലയുണ്ട്. മണ്ണിന്റെ അടിയിൽ ആർക്കും കാണാതെ കിടന്ന ഒരു മേഖലയുണ്ട്. പക്ഷെ ഇന്ന് രാത്രി എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം എന്നെ കൊണ്ടുവന്ന് നിർത്തി. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയുവാൻ കഴിയും, 10 പേരുടെ മുൻപിൽ നിന്ന് സംസാരിപ്പാൻ എനിക്ക് പ്രാപ്തിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ 10 പേര് കൂടുന്നിടത്ത് എഴുന്നേറ്റ് നിൽപ്പാൻ കർത്താവിനെ പ്രാപ്തനാക്കി. ഏറ്റവും കരഞ്ഞു. ആമേൻ. കർത്താവ്, അവന്റെ കണ്ണുനീര് കട്ടിലിലേക്ക് വീണു. ഞാൻ ചിന്തിക്കുക, കർത്താവ് കരങ്ങളിൽ ആ കണ്ണുനീര് കിട്ടി. നമ്മുടെ കർത്താവ് ദൈവം മറികടക്കാത്ത ഒന്നുണ്ടെങ്കിൽ കണ്ണുനീര് മാത്രമേ ഉള്ളൂ. നമ്മുടെ പാട്ട് ദൈവം മറികടക്കും, പ്രസംഗം മറികടക്കും, നമ്മുടെ എഴുതുന്ന പ്രബന്ധങ്ങളും പുസ്തകങ്ങളും മറികടക്കും. പക്ഷെ ദൈവത്തിന്, കർത്താവിന് മറികടക്കാൻ കഴിയാത്തത് എന്റെയും നിന്റെയും കണ്ണിലെ കണ്ണുനീര്. അത് കർത്താവിനെ പിടിച്ചു നിർത്തും. ഹിസ്കിയാവിന്റെ കണ്ണുനീർത്തുള്ളി കർത്താവിനെ പിടിച്ചു നിർത്തി. ആ കണ്ണുനീർത്തുള്ളി കർത്താവ് ദൈവം കയ്യിലെടുത്തു. ദൈവം അതിനെ പരിശോധിച്ചപ്പോൾ ഹിസ്കിയാവിന്റെ കണ്ണുനീർത്തുള്ളിയാണ്. അതിനെ വീണ്ടും സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഹിസ്കിയാവ് ചില അപേക്ഷകൾ ആ കണ്ണുനീരിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കണ്ണുനീർ വെറും കണ്ണുനീരല്ല, അപേക്ഷ. ചില അപേക്ഷകൾ നിറഞ്ഞ കണ്ണുനീർത്തുള്ളി. അപേക്ഷ എന്താണെന്ന് ദൈവം നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി. അവൻ പറഞ്ഞു, വിശ്വസതയോടെ നടന്നു, ഏകാഗ്രതയോടെ നടന്നു.
ദൈവമേ, എനിക്ക് ദൂത് കിട്ടിയിരിക്കുക, ഈ ആണ്ടിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്ന്. അവൻ ഏറ്റവും കരഞ്ഞ ദൈവാത്മ കർത്താവ് കണ്ണുനീരിന്റെ നോക്കിയപ്പോൾ, അതിനെ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത് ഹിസ്കിയാവിന്റെ ചില അപേക്ഷകളാണ്. യെശയ്യാവിനെ ദൈവം തട്ടി, ദൂത് പറഞ്ഞിട്ട് മുറ്റത്ത് ഇറങ്ങിയില്ലായിരുമ്പോ തട്ടി പറഞ്ഞു, നീ കേറിപ്പോ, ആ രാജാവിനോട് പറ, നീ മരിക്കുകയില്ല. ആര് ഈ ദൂത് പറയും? ഒരിക്കൽ പറയുന്നു മരിക്കുമെന്ന്, പിന്നെ പറയുന്നു മരിക്കത്തില്ലെന്ന്. എന്നോട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുമോ? ഷാജി പാഷയുടെ അടുത്ത് വന്ന് ജ്ഞാനാഥ് പാഷയെ പോയി ദൂത് പറയണം, ഈ വർഷം വലിയൊരു ട്രക്ക് കിട്ടും. അത് പറഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങുമ്പോ ദൈവാത്മ എന്നോട് പറയാ, വീണ്ടും പറയണം ട്രക്ക് കിട്ടത്തില്ല. എനിക്ക് പറയാൻ പറ്റുമോ? പറയുമോ? പക്ഷെ യെശയ്യാ പറഞ്ഞു, ഇത് രണ്ട് ദൂതും ഏൽപ്പിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. മരിക്കുമെന്ന് പറയാൻ ഏൽപ്പിച്ചതും ദൈവം, ആയുസിനെ നീട്ടി തരുന്നു എന്ന് പറയാൻ ഏൽപ്പിച്ചതും ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവാത്മാവ കർത്താവ് ഇന്ന് രാത്രി പറയുന്നത് ഏറ്റെടുത്താൽ ഒരു കൊയ്ത്ത് നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ യേശു നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും. ഞാനൊരു വാക്കുകളെ നിർത്തുന്നു.